നമ്മൾ ഇന്ന് മോഡ്യൂൾ 4ന്റെ ലാസ്റ്റ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. റിയലൈസേഷൻ ഓഫ് IIR ഫിൽറ്റേഴ്സ്, FIR ഫിൽറ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് പുതിയൊരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. PPT കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി നമ്മൾ പുതിയൊരു ടോപ്പിക്ക് ആണ് പഠിക്കാൻ പോകുന്നത്. ഫിൽറ്റർ, അതായത് FIR ഫിൽറ്റർ ഡിസൈൻ, IIR ഫിൽറ്റർ ഡിസൈൻ, പിന്നെ 2 ഫിൽറ്റർ ടൈപ്സിന്റെ റിയലൈസേഷൻ. ആ ഒരു സെക്ഷൻ ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു പുതിയ സെക്ഷൻ, അതായത് ഫിൽറ്റർ ഡിസൈൻ ഒന്നുമല്ല, ഒരു പുതിയ സെക്ഷനിലേക്ക് പോവാണ്. മോഡ്യൂൾ 4ന്റെ ലാസ്റ്റ് പാർട്ട്. ഓക്കെ, ദിസ് ഈസ് നോൺ ആസ് മൾട്ടി റേറ്റ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്. DSP എന്താന്നൊക്കെ ഫസ്റ്റ് ക്ലാസ്സിൽ മോഡ്യൂൾ 1ൽ we have seen. Okay, now we are going to study what you mean by multi-rate DSP. Okay, multi-rate digital signal processing. Okay, എന്തായിരിക്കും മൾട്ടി റേറ്റ് എന്ന് പറയുന്നത്? What do you mean by multi-rate? Okay, നമുക്ക് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റംസ് അല്ലേ, നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു ഡിജിറ്റൽ വാല്യൂസ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ് കിട്ടുന്നത്? സാമ്പിളിംഗ് റേറ്റ് അല്ലെങ്കിൽ സാമ്പിളിംഗ് പ്രോസസ്സ് ചെയ്തിട്ടല്ലേ കിട്ടുന്നത്, അല്ലേ? ആരെങ്കിലും പറഞ്ഞ് സാമ്പിളിംഗ് ചെയ്തിട്ടല്ലേ കിട്ടുന്നത്? ആണോ അല്ലയോ? ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചാണ് എന്താണ് സാമ്പിളിംഗ് എന്നൊക്കെ ഉള്ളത്. ഓക്കെ, നമ്മൾ ഇത്രയും നാളും കൺസിഡർ ചെയ്ത് ഒരു സിംഗിൾ സാമ്പിളിംഗ് റേറ്റ് യൂസ് ചെയ്ത് നമ്മളൊരു ഡിജിറ്റൽ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് സിസ്റ്റം ചെയ്യുന്നു എന്നുള്ളതാണ് ഇത്രയും നാളും കൺസിഡർ ചെയ്തത്, അല്ലേ? പക്ഷേ ഇൻ പ്രാക്ടിക്കൽ അപ്രോച്ച് ഓർ ഇൻ ഡിജിറ്റൽ സെനാരിയോ വി വിൽ കൺസിഡർ മൾട്ടി ഓർ മോർ ദാൻ 2 സാമ്പിളിംഗ് റേറ്റ്സ്, അല്ലേ? നമ്മൾ ഒരു റേറ്റ് മാത്രമല്ല, മോർ ദാൻ 2, 3 എത്ര വാല്യൂസ് ഓഫ് മൾട്ടി റേറ്റ് അല്ലെങ്കിൽ സാമ്പിളിംഗ് റേറ്റ് വരാം നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിൽ. ഓക്കെ, ദെർഫോർ എന്തായിരിക്കും ആ സമയത്ത് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സാമ്പിളിംഗ് റേറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പം അവിടെ നമ്മൾ ആ സിഗ്നൽ, അതായത് ഒന്നിൽ കൂടുതൽ സാമ്പിളിംഗ് റേറ്റ് വരുന്ന സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഇത് സെക്ഷനെയാണ്, അതായത് എന്തൊക്കെയാണ് ബേസിക് പ്രോസസ്സിംഗ് മെത്തേഡ്സ് എന്നുള്ളത് ആണ് ഈ മൾട്ടി റേറ്റ് DSP എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അത് ഞാൻ ഫസ്റ്റ് സെന്റൻസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റംസ് മേ ബി സിംഗിൾ റേറ്റ് ഓർ മൾട്ടി റേറ്റ്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി സിംഗിൾ റേറ്റ്. ഷോർട്ടായിട്ട് നിങ്ങൾ പോയിന്റ്സ് നോട്ട് ചെയ്തെടുത്തോ. ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റംസ്. ഓക്കെ, നമ്മുടെ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം എങ്ങനെ ആവാം? സിംഗിൾ റേറ്റും ആവാം, മൾട്ടി റേറ്റും ആവാം. ഓക്കെ, ഇനി the system that use single sampling rate are known as single rate systems, and the discrete system or discrete time system that process data at more than one sampling rate are known as multi-rate system. Okay, അപ്പം എന്താണ് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം? ഒരു സിംഗിൾ റേറ്റ് സിസ്റ്റം ആവാം അല്ലെങ്കിൽ മൾട്ടി റേറ്റ് സിസ്റ്റം ആവാം. അതിൽ ഈ സിസ്റ്റത്തിൽ തന്നെ സിംഗിൾ സാമ്പിളിംഗ് റേറ്റ് യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിനെ എന്ത് പറയാം? സിംഗിൾ റേറ്റ് സിസ്റ്റം എന്ന് പറയാം. അല്ലെങ്കിൽ മോർ ദാൻ 1 സാമ്പിളിംഗ് റേറ്റ് യൂസ് ചെയ്യുമ്പോൾ ദറ്റ് ക്യാൻ ബി നോൺ ആസ് മൾട്ടി റേറ്റ് സിസ്റ്റം. മനസ്സിലായോ ഇത്രയും? മനസ്സിലായോ?
ഓക്കെ, ഇനി നമ്മളൊരു പ്രാക്ടിക്കൽ അപ്രോച്ച് നോക്കാം. ഒരു ഡിജിറ്റൽ ഓഡിയോ കൺസിഡർ ചെയ്യാം അല്ലേ? അപ്പൊ അതിൽ എന്തൊക്കെ ഒരു മെത്തേഡ്സ് കാണും? നിങ്ങൾ കേട്ട് കാണും. ബ്രോഡ്കാസ്റ്റിംഗ് ഉണ്ട്, കോമ്പാക്ട് ഡിസ്ക് ഉണ്ട്, ഓഡിയോ ടേപ്പിംഗ് ഉണ്ട്. ഓക്കെ, അതിന് ഓരോന്നിനും ഓരോ റേറ്റ് ആണ്. അത് ഓരോ സാമ്പിളിംഗ് റേറ്റ് ആണ് വരുന്നത്. അതായത് ബ്രോഡ്കാസ്റ്റിങ്ങിന് 32 കിലോ ഹെർട്സ്, കോമ്പാക്ട് ഡിസ്കിന് 44.1 കിലോ ഹെർട്സ്, ആൻഡ് ഫോർ ഓഡിയോ tape it is 48 kilohertz. While considering the video or digital video, the sampling rates for video signals can be composite video signals can be 14.32 megahertz and 17.73 megahertz. Okay. ഇപ്പോൾ ലൂമിനൻസ് ആൻഡ് കളർ ഡിഫറെൻറ്റ് സിഗ്നൽസ് ആണെങ്കിൽ 13.5 മെഗാ ഹെർട്സ് ടു 6.75 മെഗാ ഹെർട്സ്. ഓക്കെ, അതായത് ഇത് നിങ്ങൾ പഠിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞതാണ്. ഒരു പ്രാക്ടിക്കൽ അപ്രോച്ച് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും സാമ്പിളിംഗ് റേറ്റ്സ് അല്ലെങ്കിൽ മോർ ദാൻ വൺ സാമ്പിളിംഗ് റേറ്റ്സ്, പല സാമ്പിളിംഗ് റേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആ വാല്യൂസ് കണ്ട 32 യൂസ് ചെയ്യും, 44 യൂസ് ചെയ്യും, 48 യൂസ് ചെയ്യും ഓഡിയോയുടെ കേസിൽ. while we considering video they use 14 or 18 etc. അങ്ങനെ പല വാല്യൂസ്, പല സാമ്പിളിംഗ് റേറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഈ സാമ്പിളിംഗ് റേറ്റ്സ് ഒക്കെ എങ്ങനെയായിരിക്കും ഇതിൽ കിട്ടുന്നത്? അല്ലെങ്കിൽ വി ക്യാൻ ഒബ്റ്റെയിൻ ദീ സാമ്പിളിംഗ് റേറ്റ്സ് ബൈ യൂസിങ് അപ് സാമ്പിളർ ഓർ ഡൗൺ സാമ്പിളർ. ഓക്കെ, ഇത് പോയിന്റ് നോട്ട് ചെയ്തോ. അപ് സാമ്പിളർ ഓർ ഡൗൺ സാമ്പിളർ. അപ്പം the different sampling rates can be obtained using an upsampler or downsampler. Okay, and the basic operations in multi-rate processing to achieve these are decimation and interpolation. Okay, അപ്പം നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്, the first point is that the discrete time system may be single rate or multi-rate. Okay, and എന്താണ് ഇനി മോർ ദാൻ വൺ സാമ്പിളിംഗ് റേറ്റ് യൂസ് ചെയ്യുന്ന ഡിസ്ക്രീറ്റ് സിസ്റ്റത്തിനാണ് എന്ത് പറയുക? മൾട്ടി റേറ്റ് സിസ്റ്റം. ഓക്കെ, മൾട്ടി റേറ്റ് സിസ്റ്റം. ആൻഡ് ദീസ്, അതായത് ഈ ഡിഫറെൻറ്റ് സാമ്പിളിംഗ് റേറ്റ് എങ്ങനെ നമുക്ക് കിട്ടും ഇതിൽ? ഇൻ മൾട്ടി റേറ്റ് DSP we can obtain by using an upsampler or downsampler. Okay, upsampler or downsampler. ഇനി the basic operations in multi-rate processing to achieve this are decimation and interpolation. നിങ്ങൾ ഈ സെക്ഷനിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട രണ്ട് പ്രോസസ്സാണ് decimation and interpolation. Okay, please note this, decimation and interpolation. Okay, this is very important. Also we have numericals based on this decimation and interpolation. Okay, therefore please note this, the basic operations in multi-rate DSP. Okay, the basic operations in multi-rate DSP is decimation and interpolation. Okay, and what do you mean by decimation? Decimation is for reducing, the sampling rate, and interpolation is for increasing the sampling rate. Okay, decimation is used to decimation is used for reducing the sampling rate. Okay, നമുക്ക് ഉള്ള സാമ്പിളിംഗ് റേറ്റിനെ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? We will use decimation process. Okay, and for increasing the sampling rate, we will use the interpolation. Okay, we will use the interpolation. Okay, ഇത്ര നോട്ട് ചെയ്തോ. ഈ പോയിന്റ്സ് എല്ലാം ഒന്ന് ചെറുതായിട്ട് നോട്ട് ചെയ്തോ. മനസ്സിലായോ ഇത്രയും?
നിങ്ങൾക്ക് മനസ്സിലായോ ഇത്രയും? Now we will see some cases where we use multi-rate signal processing, or we can say as applications of multi-rate signal processing. Okay, these are the applications of multi-rate signal processing. എന്താണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ പോലെ തന്നെ, ഓഡിയോ സിഗ്നൽ പ്രോസസ്സിംഗ്, വീഡിയോ സിഗ്നൽ പ്രോസസ്സിംഗ്, ഓൾസോ ഇൻ സ്പീച്ച് and also band filtering, high quality data acquisition and storage system, and trans multiplexers. Okay, these are the applications for multi-rate signal processing. Okay, always multi-rate DSPs are used for practical applications such as high quality data acquisition and storage system, audio signal processing, video speech processing, trans multiplexers, and also it is used for narrow band filtering. Okay, now we can see some various or some advantages of multi-rate signal processing. Okay, the some of the advantages are the computational requirements are very less. Okay, the computational requirements are very less. Also, the storage needed for filter coefficients are less. Okay, അതായത് നമ്മൾ ഫിൽറ്റർ ഡിസൈൻ ചെയ്തപ്പം നമ്മൾ പഠിച്ചു എന്താണ് എച്ച് ഓഫ് ഇസഡ് അല്ലേ ഡിസൈൻ ചെയ്തത്, അല്ലേ? എച്ച് ഓഫ് ഇസഡ് ഡിസൈൻ ചെയ്തെന്ന് വെച്ചാൽ ഇൻ ദ സെൻസ് നമ്മൾ എന്താണ് അവിടെ ചെയ്തത്? ഫിൽറ്റർ ഡിസൈനിൽ നമ്മൾ ഫിൽറ്റർ കോഎഫിഷ്യൻസ് ആയ എച്ച് ഓഫ് എൻ കണ്ടുപിടിച്ചതിന് ശേഷമല്ലേ എച്ച് ഓഫ് ഇസഡിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പം നമ്മൾ എച്ച് ഓഫ് എൻ എന്ന് പറയുന്ന ആ എൻ വാല്യൂ ഒരുപാട് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഫസ്റ്റ് റെക്ടാങ്കുലർ വിൻഡോ ഒക്കെ ചെയ്തപ്പം എച്ച് ഓഫ് -6 തൊട്ട് 6 വരെ, അല്ലെങ്കിൽ -3 തൊട്ട് 3 വരെ എടുക്കുമ്പോൾ നമ്മൾ അത്രയും എച്ച് ഓഫ് എൻ എന്ത് വെച്ചിട്ടാണ് ചെയ്തത്? ലീനിയാരിറ്റി പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് എച്ച് ഓഫ് എൻ കണ്ടുപിടിച്ച് അത് എച്ച് ഓഫ് ഇസഡ് കൊടുത്തിട്ടല്ലേ ചെയ്തത്. ആ എച്ച് ഓഫ് എന്നിനെയാണ് ഫിൽറ്റർ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. ആ ഫിൽറ്റർ കോഎഫിഷ്യൻസിന്റെ സ്റ്റോറേജ് ഈ മൾട്ടി-റേറ്റ് DSP യൂസ് ചെയ്യുമ്പോൾ കുറവായിരിക്കും. ഓക്കെ, and also the finite arithmetic effects are less. Filter order required in multi-rate application is low. Sensitivity to filter coefficients length is less. Okay, these are the main advantages for multi-rate signal processing. Okay, therefore എന്താണ് advantages? Computation requirements are less, storage for filter coefficients is less, finite arithmetic effects are less. Arithmetic effects അത് നമ്മൾ അടുത്ത മോഡ്യൂളിൽ പഠിക്കും. അരിത്തമെറ്റിക് ആൻഡ് ഫൈനൈറ്റ് അരിത്തമെറ്റിക് എഫക്ട്സ് എന്ന ആ ഒരു പോർഷൻ, കമ്പ്യൂട്ടേഷൻ കോംപ്ലക്സിറ്റി ഒക്കെ നമ്മൾ നെക്സ്റ്റ് മോഡ്യൂളിൽ പഠിക്കും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി ഫിൽറ്റർ ഓർഡർ നമുക്ക് കുറവായിരിക്കും. ഫിൽറ്റർ ഓർഡർ നമ്മൾ ഈ മോഡ്യൂളിൽ, കഴിഞ്ഞ മോഡ്യൂളിൽ പഠിച്ച എന്തായിരുന്നു? ഒരു അനലോഗ് ബട്ടർവർത്ത് ഫിൽറ്ററിന്റെ ഫിൽറ്റർ ഓർഡർ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഫിൽറ്റർ എന്നിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മ കാണും. ആ എന്നിന്റെ വാല്യൂ, അതായത് ആ ഫിൽറ്റർ ഓർഡർ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും while we using multi-rate signal processing, and also the sensitivity to filter coefficient length is less. Okay, these are the advantages of multi-rate signal processing. Okay, now we will see small section. നിങ്ങൾ പഠിച്ചു തന്നെയാണ്, പുതിയതല്ല, സാമ്പിളിങ്ങും സാമ്പിളിംഗ് തിയറും. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാനാണ്. നമ്മൾ പഠിക്കുന്നത് മൾട്ടി-റേറ്റ് DSP ആണ്. സാമ്പിളിംഗ് റേറ്റിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടി സാമ്പിളിംഗ് എന്താണെന്നും സാമ്പിളിംഗ് തിയറും എന്താണെന്നും ഉള്ളത് ഒന്നുകൂടെ നോക്കാം. ഓക്കെ, വാട്ട് യു മീൻ ബൈ സാമ്പിളിംഗ്? കഴിഞ്ഞ ഇതിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സാമ്പിളിംഗ് എന്താണെന്നുള്ളത്. എന്തായിരിക്കും സാമ്പിളിംഗ്? Sampling is that a continuous time signal x of t. Okay,
will be converted into a discrete time signal x of nt by sampling it at regular intervals of time with sampling period t. The sampled signal x of nt is given as എന്തായിരിക്കും x of nt എന്ന് പറയുന്നത് will be equal to x of t where t will be equal to nt. Okay, n will varies from minus infinity to infinity. Okay, so എന്തായിരുന്നു sampling? A continuous time signal x of t. Okay, input x of t. Okay, a continuous or analog signal x of t is converted to a discrete time signal x of nt. Okay, will be converted to a discrete time signal x of nt. Okay, by sampling it. Okay, by sampling it. Please note this point. A continuous time signal x of t can be converted into a discrete time signal x of nt by sampling it at regular intervals of time with sampling period t. Okay, the basic expression will be x of nt. ഇത് എഴുതിയെടുക്കണം. x of nt എന്ന് പറയുന്നത് x of t where t will be equal to nt and n varies from minus infinity to infinity. Okay, and also a sampling process can be interpreted as a modulation or multiplication process. അല്ലേ നമ്മളൊരു n എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യല്ലേ സാമ്പിൾ എന്ന് പറയുന്നത് ആ ഒരു സിഗ്നലിനെ. അതുകൊണ്ട് നമുക്ക് അതിനൊരു മോഡുലേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ് ആയിട്ട് കൺസിഡർ ചെയ്യാലോ. അതാണ് ഈ പോയിന്റ് എഴുതിയേക്കുന്നത്. സാമ്പിളിംഗ് പ്രോസസ് can also be interpreted as a modulation or multiplication process. Okay, now what do you mean by sampling theorem? സാമ്പിളിംഗ് തിയറം എന്താണ്? സാമ്പിളിംഗ് എന്താണ്? എക്സ് ഓഫ് ടി, അതായത് ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ എന്ത് ചെയ്തു? ഡിസ്ക്രീറ്റിലോട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, സാമ്പിളിംഗ് തിയറം സേസ് ദാറ്റ് we can retrieve or reconstruct the original signal from its samples. Okay, അതാണ് സാമ്പിളിംഗ് തിയറം പറയുന്നത്. അതായത് we can retrieve or reconstruct the samples, reconstruct the original signal from its samples. Okay, from its samples. Okay, therefore അതൊന്ന് നോക്കിയതോ. A sampling theorem states that a band limited signal x of t having finite energy which has no spectral components higher than fh hertz can be completely reconstructed from its samples taken at rate of 2 fh or more samples per second. Okay, okay, അപ്പോൾ എന്താണ് പറയുന്നത് സാമ്പിളിംഗ് തിയറം? സാമ്പിളിംഗ് തിയറി ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്ന് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ, അതായത് ഇതിൽ മൊത്തം സാമ്പിളിംഗ് ആണ് വരുന്നത്. അതൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ഇതിന്റെ ഡെഫിനിഷൻസും തിയറവും ഒന്ന് പറഞ്ഞാണ് കേട്ടോ. അതൊന്ന് വേണേൽ നോട്ട് ചെയ്തെടുത്തോ. നിങ്ങൾ ഈക്വേഷനൊക്കെ നോട്ട് ചെയ്തെടുത്തോ. സാമ്പിളിംഗ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് a band limited signal x of t having finite energy which has no spectral components higher than fh hertz can be completely reconstructed from its samples taken at a rate of 2 fh or more samples per second. Okay, ഈ സാമ്പിളിംഗ് റേറ്റ്, അതായത് ഈ തിയറത്തിൽ പറയുന്ന സാമ്പിളിംഗ് റേറ്റ് നമ്മൾ നൈക്വസ്റ്റ് റേറ്റ് എന്നും റെസിപ്രോക്കലിനെ നമ്മൾ എന്ത് പറയാം, നൈക്വസ്റ്റ് പീരീഡ് എന്നും സ്പെസിഫൈ ചെയ്യാറുണ്ട്. ഓക്കെ, ഓക്കെ, now we will move on to the important topic, down sampling. Okay, down sampling. Okay, what do you mean by down sampling? Down എന്ന് വെച്ചാൽ എന്താണ്? Down sampling, reducing. Okay, reducing.
നോട്ട് ചെയ്തോ. റെഡ്യൂസിങ് ദ സാമ്പിളിംഗ് റേറ്റ് ഓഫ് എ discrete time signal is called as down sampling. Okay. Reducing the sampling rate of a discrete time signal is known as down sampling. Okay. എങ്ങനെ ഏത് ഫാക്ടറിലായിരിക്കും നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത്? വി വിൽ റെഡ്യൂസ് ദി സാമ്പിളിംഗ് റേറ്റ് ബൈ എ ഫാക്ടർ ഓഫ് ഡി. ഓക്കെ ഓക്കെ വി വിൽ റെഡ്യൂസ് ഓർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ ഡിസ്ക്രീറ്റ് സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇഫ് ദേ ആർ സേയിങ് ദാറ്റ് വി ഹാവ് ടു ഡൗൺ സാമ്പിൾ ബൈ എ ഫാക്ടർ ഓഫ് ഡി, വാട്ട് വിൽ വി ഡു? വി വിൽ എലിമിനേറ്റ് ഓർ വി വിൽ discard the dth value of the signal. Okay, നമ്മൾ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത് by eliminating the dth sample. Okay, therefore reducing the sampling rate of a discrete time signal is called as downsampling. The sampling rate of the discrete time signal can be reduced by a factor of d by taking every dth value of the signal. Okay, ഈ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡൗൺ സാമ്പിളിംഗ് can be represented as this. Okay, where x of n is the input, discrete input given. After down sampling, we will get y of n as x of capital D into n. Okay, ഇതൊന്ന് വരച്ചു വെക്കുക. Okay, we can consider an example. If we are giving input x of n as ഇതിൻ്റെ അകത്തുണ്ട് 1 2 3 1 2 3 1 2 3 എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് എൻ ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ് ഡൗൺ സാമ്പിളറിന്. ഓക്കെ, ഇഫ് യു ആർ കൺസിഡറിങ് എക്സ് ഓഫ് 2n, ഓക്കെ, അതായത് ഡിയുടെ വാല്യൂ 2 എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എക്സ് ഓഫ് 2n എങ്ങനെ കിട്ടും നമുക്ക്? I have already mentioned we will eliminate the dth value of the signal. Okay, d എന്ന് പറയുന്നത് 2 ആണ്. Okay, 2 എന്ന് പറയുമ്പം every second element or second sample is eliminated. അപ്പം x of n 1 2 3 1 2 3 1 2 3 ആണെങ്കിൽ x of 2n എന്ന് പറയുന്നത് 1, 2 is eliminated, then 3, after that 1 is eliminated, then 2, then 3 is eliminated, then 1, after that 2 is eliminated, then 3. Okay, മനസ്സിലായോ ഇത്? മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് എല്ലാ രണ്ടാമത്തെ എലമെന്റ് 1 കഴിഞ്ഞ് സെക്കൻഡ്, ഇതിപ്പം എന്താണ് ഫസ്റ്റ് എലമെന്റ് ആണെങ്കിൽ ഇത് സെക്കൻഡ് എലമെന്റ് അല്ലേ? ഈ സെക്കൻഡ് എലമെന്റിനെ എല്ലാം എന്ത് ചെയ്യുന്നു? എലിമിനേറ്റ് ചെയ്യും. നമുക്ക് ഇപ്പം ഇതാണ് നമ്മുടെ ഇൻപുട്ട് എങ്കിൽ this will be eliminated when d equal to 2, this will be eliminated, this will be eliminated. Okay, അത് പോയി കഴിഞ്ഞാൽ ബാക്കി എന്തായിരിക്കും നമ്മുടെ ഇൻപുട്ട് അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് y of n എന്ന് പറയുന്നത് x of 2n will be equal to 1 3 2 1 3. Okay, again we will consider when d equal to 3, അപ്പൊ എന്തായിരിക്കും നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്ന? every third sample is eliminated. Okay, every third sample is eliminated. That is, we will eliminate third sample എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? 3 പോയി, അത് കഴിഞ്ഞ് എന്താണ് പോകുന്നത്? അത് കഴിഞ്ഞ് എന്തായിരിക്കും കിട്ടുന്നത്? 1, സോറി, നമ്മൾ തേർഡ് എലമെന്റ് മാത്രമേ കീപ്പ് ചെയ്യുള്ളൂ. അതായത് 1 1
1. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് y ഓഫ് n എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്തോ. ഈ ഡെഫിനിഷൻ, പിന്നെ ഈ ബ്ലോക്ക് ഡയഗ്രാം, ഈ എക്സ്പ്രഷൻ, ഓൾസോ ദിസ് എക്സാമ്പിൾ. ഓക്കെ, ഇത്രയും ഒന്ന് നോട്ട് ചെയ്തോ. നോട്ട് ചെയ്തല്ലോ? ഓക്കെ, എന്തായിരുന്നു റെഡ്യൂസിങ്? വാട്ട് യു മീൻ ബൈ ഡൗൺ സാമ്പിളിംഗ്? റെഡ്യൂസിങ് ദ സാമ്പിളിംഗ് റേറ്റ്, reducing the sampling rate of a discrete time signal is called as downsampling, and the sampling rate of a discrete time signal can be reduced by a factor of d. Okay, and the expression that is output after downsampling will be y of n will be equal to x of dn, and ഇപ്പൊ എക്സ് ഓഫ് എൻ ആണ് നമ്മുടെ ഇൻപുട്ട് 1 2 3 1 2 3 1 2 3 എങ്കിൽ എന്ത് ചെയ്യും? ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. എക്സ് ഓഫ് 2n ഈസ് ഒബ്റ്റൈൻഡ് ബൈ കീപ്പിംഗ് എവരി സെക്കൻഡ് സാമ്പിൾ. ഓക്കെ, നമ്മൾ സെക്കൻഡ് സാമ്പിൾ അവിടെ തന്നെ നിർത്തുകയാണ്. അതുപോലെ തന്നെ എക്സ് ഓഫ് 3n എന്ന് പറയുന്നത് എന്ത് ചെയ്യും? തേർഡ് സാമ്പിൾ നമ്മൾ അവിടെ തന്നെ എന്ത് ചെയ്യും? കീപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ ബാക്കിയെല്ലാം റിമൂവ് ചെയ്യും. ഓക്കെ, അങ്ങനെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇനി ഒരു കണ്ടീഷൻ ഉണ്ട്, അതായത് നമ്മൾ ഇവിടെ ഡൗൺ സാമ്പിളിങ്ങിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സാമ്പിളിനെ റെഡ്യൂസ് ചെയ്യാൻ, അതായത് ഏത് ഡിയുടെ വാല്യൂ എന്താണ് തന്നേക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ സാമ്പിൾ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. സാമ്പിൾ റെഡ്യൂസ് ചെയ്യുമ്പം, അതായത് റെഡ്യൂസ് ചെയ്യുമ്പം അവിടെ കീപ്പ് ചെയ്യുന്ന എക്സിസ്റ്റിംഗ്, അതായത് അവിടെ ലാസ്റ്റ് നമുക്ക് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന സാമ്പിൾസിന്റെ വിഡ്ത്ത്, ഓക്കെ, വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യാന്ന് പറയുന്നത് എന്ത് പറ്റും എന്ന് പറയുന്നത് അവരുടെ സ്പെക്ട്രം ഓവർലാപ്പ് ആവും. അതായത് ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് എങ്കിൽ, അല്ല നമ്മുടെ ഇൻപുട്ട് എങ്കിൽ, ഒന്ന് നോക്ക്. ദിസ് ഈസ് എ സ്പെക്ട്രം. ഇതാണ് നമ്മുടെ എക്സ് ഓഫ് എൻ ഇൻപുട്ട്. ഓക്കെ, നമ്മൾ ഡൗൺ സാമ്പിൾ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? സാമ്പിൾസിനെ എലിമിനേറ്റ് ചെയ്തു. എലിമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്ത് ചെയ്തു? ഇപ്പൊ നമ്മൾ ഈ സാമ്പിളിനെയും ഇതിനെ എലിമിനേറ്റ് ചെയ്യാന്ന് കൺസിഡർ ചെയ്തു. അപ്പൊ എന്ത് പറ്റും എന്ന് പറയുന്നത് ഈ സാമ്പിള് എന്ത് ചെയ്യും? ഇങ്ങനെ അതിന്റെ ബാൻഡ് ഇൻക്രീസ് ആവും. ഓക്കെ, ഇനി ഇതാണ് ഫസ്റ്റ് സാമ്പിൾ, ഇത് ഫസ്റ്റ് സാമ്പിൾ. ഓക്കെ, ദിസ് വിൽ ബി ദി സെക്കൻഡ് സാമ്പിൾ ഇൻ ദി ഔട്ട്പുട്ട്. ഓക്കെ, അപ്പൊ എന്ത് പറ്റും എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ എന്ത് ചെയ്യും? ഓവർലാപ്പ് ചെയ്യും, സ്പെക്ട്രം ഓവർലാപ്പ് ചെയ്യും. അതായത് രണ്ട് സാമ്പിളും കൂടി ഓവർലാപ്പ് ചെയ്യും. ഇതാ കണ്ടോ, ഇതുപോലെ ഓവർലാപ്പ് ചെയ്യും. ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് എന്ത് വിളിക്കാം? ഏലിയാസിംഗ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. ഓക്കെ, therefore please note that if the input signal is not band limited, then there will be overlapping of spectrum or overlapping of spectra at output of the downsampler. Okay, ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ് ഡൗൺ സാമ്പിളറിന്റെ. അതായത് നമ്മൾ കൊടുക്കുന്ന എക്സ് ഓഫ് എൻ ബാൻഡ് ലിമിറ്റഡ് അല്ല എങ്കിൽ there will be overlapping of spectrum. Okay, this overlapping condition is known as aliasing, which is undesirable. Okay, ഇങ്ങനെ ഒരു എന്താണ് ഏലിയാസിങ് എഫക്റ്റ് വന്നാലും, അതായത് ഇങ്ങനെ ഒരു ഓവർലാപ്പിംഗ് വന്നാലും
നമുക്കതിനെ എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. ഹൗ? By using anti-aliasing filter before the down sampler. Okay, we can use a low pass filter or a anti-aliasing filter before down sampling. Okay, അപ്പം ഈ ഡൗൺ സാമ്പിളിങ്ങിന് മുന്നേ നമ്മൾ ആന്റി ഏലിയാസിങ് ഫിൽട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഓവർലാപ്പിംഗ് കണ്ടീഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ ഇൻ ദ സെൻസ് ദി ആന്റി aliasing filter and the down sampler together is called as decimator. Okay, okay, the anti-aliasing filter and the down sampler together is called as decimator. Okay, അപ്പം നമ്മൾ ഡൗൺ സാമ്പിളിംഗ് എന്താണെന്ന് പഠിച്ചു, ഏലിയാസിങ് എഫക്റ്റ് പഠിച്ചു. ഏലിയാസിങ് എഫക്റ്റിനെ എലിമിനേറ്റ് ചെയ്യാൻ, അത് അൺഡിസൈറബിൾ കണ്ടീഷൻ ആയതുകൊണ്ട് അതിനെ എലിമിനേറ്റ് ചെയ്യാൻ വി വിൽ യൂസ് ആന്റി ഏലിയാസിങ് ഫിൽറ്റർ. ആ ഒരു ആന്റി ഏലിയാസിങ് ഫിൽറ്ററും ഡൗൺ സാമ്പിളിന് കൂടെ ഒരുമിച്ച് ഉപയോഗിക്കുമ്പം അത്രയും ആ ഒരു രണ്ട് പ്രോസസ്സിനെ ഒരുമിച്ച് നമ്മൾ എന്ത് വിളിക്കും? ഡെസിമേഷൻ അല്ലെങ്കിൽ വി വിൽ യൂസ് ഡെസിമേറ്റർ. ഓക്കെ, ഓൾസോ the decimator is also known as subsampler, can be also known as subsampler, downsampler or undersampler. Okay, therefore what do you mean by decimation? Decimation is the process of decreasing the sampling rate by an integer factor d. Okay, decimation is the process of decreasing the sampling rate by integer factor d by keeping every dth sample and removing d minus 1 in between samples. Okay, ഇതൊന്ന് എഴുതിക്കോ. What do you mean by decimation? Okay, decimation is the process of decreasing the sampling rate by an integer factor d and by keeping every dth sample and removing d minus 1 in between samples. Okay, നമ്മൾ നേരത്തെ ഈ എക്സാമ്പിൾ അതിൻ്റെ ഒരു സ്പെക്ട്രം ആണിത്, അതായത് അതിൻ്റെ ഒരു പ്ലോട്ടാണ് എക്സ് ഓഫ് എന്നും എക്സ് ഓഫ് 2n എക്സ് ഓഫ് 3n. ഓക്കെ, ഈ പ്ലോട്ട് കണ്ടാൽ അറിയാം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് എക്സ് ഓഫ് n ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻപുട്ട്. ഓക്കെ, എക്സ് ഓഫ് 2n മീൻസ് എന്ത് ചെയ്യും? സെക്കൻഡ് സാമ്പിൾ മാത്രം ഇവിടെ നമ്മൾ കീപ്പ് ചെയ്തിട്ട് ബാക്കിയെല്ലാം എലിമിനേറ്റ് ചെയ്യും. ഇനി എക്സ് ഓഫ് 3n എന്ന് പറയുമ്പോൾ തേർഡ്, അതായത് തേർഡ് മാത്രം. ഫസ്റ്റ് എപ്പോഴും വെക്കും, ഫസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ തേർഡ്, തേർഡ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫർദർ 3 കൗണ്ട് ചെയ്തിട്ടുള്ള സാമ്പിൾ. ഓക്കെ, ബാക്കിയെല്ലാം എലിമിനേറ്റ് ചെയ്യും. ഇതൊന്ന് വരച്ചെടുത്തോ, ആ എക്സാമ്പിൾ എഴുതിയിട്ട് ഒന്നും കൂടെ ഒന്ന് വരച്ചെടുത്തോ ഈ പ്ലോട്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും എഴുതുന്നതിനെക്കാട്ടിലും. പെട്ടെന്ന് വരച്ചെടുത്തോ. വരച്ചെടുത്തോ നിങ്ങൾ? ഓക്കെ, ഇനി നമുക്ക് ഡെസിമേറ്ററിന്റെ ബ്ലോക്ക് ഡയഗ്രാം നോക്കാം.
as earlier said, the decimator comprises of two blocks. Okay, the decimator comprises of two blocks such as anti-aliasing and downsampler. Okay, anti-aliasing and downsampler. And anti-aliasing filter is a low pass filter to band limit the input signal so that aliasing problem is eliminated. അല്ലേ, അതൊരു ലോ പാസ് ഫിൽട്ടർ ആണ്. അതായത് ആന്റി ഏലിയാസിംഗ് ഫിൽട്ടർ യൂസ് ചെയ്യുമ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്പെക്ട്രം ഓവർലാപ്പിംഗ് എലിമിനേറ്റ് ആവും. ഓക്കെ, അതിന് നമുക്കൊരു സൊല്യൂഷൻ ആണ് ബൈ യൂസിങ് ആന്റി ഏലിയാസിംഗ് ഫിൽട്ടർ. ആൻഡ് again the downsampler is used to reduce the sampling rate by keeping every dth sample and removing d-1 in between samples. Okay, ഈ ബ്ലോക്ക് ഡയഗ്രം ഒന്ന് വരച്ചെടുത്തോ. That is x of n is given as input. Decimation or decimation means അവിടെ എന്താണ് anti aliasing. Okay, anti aliasing h of n or h of w is used. Then the required signal after എന്താണ് ആന്റി ഏലിയാസ് ഫിൽറ്ററിങ് കഴിഞ്ഞിട്ട് വരുന്ന സിഗ്നലിനെ ഡൗൺ സാമ്പിൾ ചെയ്തിട്ട് ലാസ്റ്റ് വി വിൽ ഗെറ്റ് ദി y of n ആസ് ഔട്ട്പുട്ട്. ഈ ബ്ലോക്ക് ഡയഗ്രം കൂടെ ഒന്ന് വരച്ചെടുത്തോ. Now നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഇതാണ്, സ്പെക്ട്രം ആണ്. ഡൗൺ സാമ്പിളിങ്ങിന്റെ സ്പെക്ട്രം ആണ് പഠിക്കാനുള്ളത്. ഒരു കൊച്ചു ഡെറിവേഷൻ ആണ്, ചോദിക്കാറുമുണ്ടത്. അതിന് മുന്നേ ഡൗൺ സാമ്പിളിങ് എന്താണെന്നുള്ളത് പഠിച്ചു. ഈ ആന്റി ഏലിയാസിംഗ് ഫിൽറ്ററിന്റെ കാര്യങ്ങളും പഠിച്ചു. ആൻഡ് ഓൾസോ വി ഹാവ് സീൻ ആൻ എക്സാമ്പിൾ ഇൻക്ലൂഡിങ് ദി പ്ലോട്ട്. ഓക്കെ, ഡൗൺ സാമ്പിളിങ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ? മനസ്സിലായോ? ആരും പറഞ്ഞ് ഇങ്ങനെ മിണ്ടാതിരിക്കുക. ഒരു പ്രോബ്ലമാറ്റിക് അല്ലല്ലോ, തിയറി പോർഷൻ പോലെ അല്ലേ? Okay, today we have seen the multi-rate DSP. And what do you mean by multi-rate DSP? Processing the signal with more than one sampling rate. Okay, ഒന്നേ കൂടുതൽ സാമ്പിളിംഗ് റേറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതേ മൾട്ടി റേറ്റ് സിസ്റ്റം എന്ന് പറയും. അതിന്റെ പ്രോസസ്സിങ്ങിനെ എന്ത് പറയും? മൾട്ടി റേറ്റ് DSP എന്നും പറയും. ഓക്കെ, ആൻഡ് ദി ബേസിക് ടു ഓപ്പറേഷൻസ് ഡൺ ആർ അപ്പ് സാമ്പിളിംഗ് ആൻഡ് ഡൗൺ സാമ്പിളിംഗ്. ഓക്കെ, and also the main processes are known as decimation and interpolation. Okay, we have to learn more about decimation and interpolation. And we have seen what you mean by downsampling. Okay, downsampling means reducing the samples. Okay, reducing, അതായത് സാമ്പിൾസിന് എപ്പോഴും മനസ്സിൽ വിചാരിക്കുക ഡൗൺ റെഡ്യൂസിങ്, അതായത് സാമ്പിൾസിനെ എലിമിനേറ്റ് ചെയ്യാം. അപ്പം തന്നേക്കുന്ന വാല്യൂ നോക്കുക, ഡിയുടെ വാല്യൂ നോക്കുക, ആ ഡിയുടെ വാല്യൂവിൽ ആ ഒരു പർട്ടിക്കുലർ റെസ്പെക്റ്റീവ് സാമ്പിൾസ് വെച്ചിട്ട് ബാക്കിയെല്ലാം കളയുക. അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. അതിന്റെ പ്ലോട്ടാണ് നമ്മൾ നോക്കിയത്. ആഫ്റ്റർ ദാറ്റ് വി ഹാവ് സീൻ വാട്ട് യു മീൻ ബൈ ഏലിയാസിംഗ് എഫക്ട്. ഓക്കെ, ഏലിയാസിംഗ് മീൻസ് ഓവർലാപ്പിംഗ് ഓഫ് ദി സ്പെക്ട്ര. അതായത് നമ്മൾ ഒരു ഇടയിലുള്ള സാമ്പിൾസ് കളഞ്ഞാലും ഇവരുടെ ബാൻഡ് അല്ലെങ്കിൽ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ കാരണം ഇവിടെ സിഗ്നൽസ് ഓവർലാപ്പ് ചെയ്യുന്ന വെച്ചാൽ ദിസ് ഈസ് എ അൺഡിസൈറബിൾ കണ്ടീഷൻ. സോ വി ആർ യൂസിങ് ആന്റി ഏലിയാസിംഗ് ഫിൽറ്റർ, ബേസിക്കലി എ ലോ പാസ് ഫിൽറ്റർ. ഓക്കെ, and the combination of this anti-aliasing along with the downsampler is known as decimator, and the process is known as decimation. Okay, now we have to learn the spectrum of downsampling. Okay, we have to derive the spectrum equation of downsampling of signal. Okay, we will see in the next class.